അപ്പോൾ ഭരതനാട്യം 2 മോഹിനിയാട്ടം കണ്ടു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് സൈജു കുറുപ്പ് നായകനായിട്ടുള്ള ഭരതനാട്യം, അത് OTT ഇറങ്ങിയതിന് ശേഷം വളരെയധികം അപ്രീസിയേഷൻ ലഭിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടൊരു ഫാമിലി ഡ്രാമ പോലത്തെ സിനിമയായിരുന്നു ഭരതനാട്യം. അപ്പോൾ ഭരതനാട്യം രണ്ടാം ഭാഗമായിട്ടുള്ള ഈ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ അവർ ജോണർ മാറി, അതായത് കോമഡിയിൽ നിന്ന് ഡാർക്ക് കോമഡിയിലേക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനൊക്കെയുള്ള ഒരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടവും. ഭരതനാട്യത്തിൽ എങ്ങനെയാണോ ഒരു കോമഡി സീൻസ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്, സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെ. ഈ ജോണർ ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ആദ്യ ഭാഗത്തിലുള്ള പോലെ വളരെ നാച്ചുറലായിട്ട് ഒട്ടും ഏച്ചുകെട്ടിലില്ലാത്ത തരത്തിലാണ് ഇവിടെ ഹ്യൂമർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി വളരെ മികച്ചേക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ പഴയ സിനിമയെ കൂടാതെ കുറച്ചധികം നടന്മാർ, അതായത് ജഗദീഷ് ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഉണ്ട്, പിന്നെ ബേബി ജീൻ ഉണ്ട്. ബേബി ജീൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്റ്റൈലിലുള്ള പാട്ടുകൾ, റാപ്പുകൾ ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിലുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ എന്ന് വെച്ചാൽ ഫാമിലി ഓറിയൻറ്റഡ് എന്ന്, അതായത് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നതെന്ന് ഈ ഒരു ഡാർക്ക് കോമഡി ജോണർ ആയതുകൊണ്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പോയപ്പോൾ ഫുള്ളി പാക്ഡ് തിയേറ്ററിന് ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ലാഗ് അടിക്കാതെ നന്നായിട്ട് കണ്ട് രസിച്ച് എണീറ്റ് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ വെക്കേഷൻ സീസണിൽ ഒരു നല്ല വാഴ 2 കൂടാതെ ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം വിഷുവിന് റിലീസായ ബാക്കി പടങ്ങൾ പള്ളിച്ചട്ടമ്പിയും പിന്നെ ഒരു ദുരൂഹ സാഹചര്യം രണ്ടിനും ബിലോ ആവറേജ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മോഹിനിയാട്ടം തന്നെയായിരിക്കും രണ്ടാം സ്ഥാനത്ത് നിൽക്കാൻ പോകുന്നത് വാഴ 2ൻ്റെ പുറകിൽ. അപ്പോൾ അതാണ് അവസ്ഥ.